ഞാൻ വിഷ്ണു. അപ്പോൾ മറ്റൊരു പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയ ആക്ഷൻ ക്യാമറ എടുത്തു, ബഡ്ജറ്റ് ആക്ഷൻ ക്യാമറ എടുത്തു. ആക്ഷൻ ക്യാമറയുടെ പേര് പ്രോക്കസ് റഷ് 2.0 ആണ്. പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. പ്രോക്കസ് റഷിൻ്റെ ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം നമുക്ക് കാണാം ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിങ്. അത് തന്നെയല്ല കേട്ടോ, വേറെ കാര്യമുണ്ട്. എൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. ആക്ഷൻ ക്യാമറ നമുക്ക് കിട്ടുന്നത് ഇതേപോലെയാണ്. ഒരു ഫുൾ കിറ്റും പിന്നെ അതിൻ്റെ ഒരു ബാഗും തന്നിട്ടുണ്ട്, പ്രോഗ്രസ് എന്ന് എഴുതിയൊരു ബാഗ്. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറയുടെ മെയിൻ കിറ്റ്, മെയിൻ പാക്കറ്റ്. ഇതിൽ നമുക്ക് അവർ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് 4K സപ്പോർട്ടീവാണ്, 16 മെഗാ പിക്സലാണ്, പിന്നെ വൈഫൈയും സപ്പോർട്ടീവാണ് ക്യാമറ. പിന്നെ ഇതിനൊരു എക്സ്റ്റേണൽ മൈക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ആക്ഷൻ ക്യാമറയ്ക്ക്. പ്രോക്കസ് റഷ് 2.0ക്ക് കമ്പനി ഒരു എക്സ്റ്റേണൽ മൈക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ആക്ഷൻ ക്യാമറയുടെ റേറ്റ് വരുന്നത് 13,500 ആണ്. പക്ഷേ എനിക്ക് കിട്ടിയത് 7,500 ആണ് ആഫ്റ്റർ ഓഫർ. ഈ ഒരു പാക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 19 അക്സസറീസ് ഉണ്ട്, പ്ലസ് ആ ബാഗ്. 16 മെഗാ പിക്സലാണ് എൻ്റെ ക്യാമറ. 16 മെഗാ പിക്സലിലും 12 മെഗാ പിക്സലിലും 3 മെഗാ പിക്സലിലും നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ 4K സപ്പോർട്ടീവാണ്, വാട്ടർ പ്രൂഫാണ്. മെയിനായിട്ട് നോക്കേണ്ട വാട്ടർ പ്രൂഫാണ്. പിന്നെന്താ, നമുക്ക് ബാറ്ററി കിട്ടിയേക്കുന്നത് 1050 mAh ആണ്. അതിന് ലൈഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 hour പ്രതീക്ഷ മതി. 1080 നമ്മൾ എടുക്കുന്നതെങ്കിൽ. പിന്നെ നമുക്ക് FPS ചേഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. 60 FPS 30 FPS എടുക്കാൻ പറ്റും. നമുക്ക് ഇഷ്ടംപോലെ മൗണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 19 അക്സസറീസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത് എന്തേലും മൗണ്ടാണോ. നമുക്ക് ഓൾമോസ്റ്റ് ആവശ്യത്തിനുള്ള എല്ലാ മൗണ്ടുകളും തന്നെ ഈ കിറ്റ് പാക്കറ്റ് തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ ഗോപ്രോയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഗോപ്രോയുടെ അക്സസറീസ് എല്ലാം നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ഇതിനങ്ങനെയല്ല, ഇതിൻ്റെ എല്ലാ മൗണ്ടും അവർ തന്നെ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രോക്കസ് റഷ് എന്ന് പറയുന്ന വേറൊരു ആപ്പ് കൂടെ അവൈലബിൾ ആണ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണും നമ്മുടെ ആക്ഷൻ ക്യാമറയും ത്രൂ വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം, ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാം, ലൈവായിട്ട് അപ്ലോഡ് ചെയ്യാം. നമുക്ക് വേറൊരു റിമോട്ട് കൂടെ ഉണ്ട്. ആ റിമോട്ട് വഴി നമുക്ക് വീഡിയോയും ക്യാമറയും സെപ്പറേറ്റ് വൈഫൈ വഴി ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയിപ്പം മൗണ്ടും നിങ്ങളെല്ലാം കാര്യങ്ങളും കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ലൈവായിട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി അങ്ങനെ ഉണ്ട്. ഞാൻ 4Kയിലും 1080യിലും 60 FPS-ലും 30 FPS-ലും ഒക്കെ ഓരോരോ ഷെഡ്യൂളായിട്ടുള്ള വീഡിയോ എടുത്ത് കാണിച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കേണ്ടതാണ്. നിങ്ങളെല്ലാ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ചെറായി ബീച്ചിലാണ് കേട്ടോ. ഇപ്പം ചെറായി ബീച്ചിൽ ആക്ഷൻ ക്യാമറ വെച്ച് ഞാൻ 1080 30 FPS-ൽ, അതായത് നോർമൽ സൈസിലുള്ള വീഡിയോ ആണ് ഇത്. നിങ്ങൾ കണ്ടിട്ടുള്ളത് 1080 30 FPS. ഇപ്പോൾ 4K റെസൊല്യൂഷനിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നോക്കിയാൽ നമ്മുടെ ചെറായി ബീച്ചാണ്. ചെറായി ബീച്ച് മൊത്തം കടൽ കയറി കിടക്കുകയാണ്. എല്ലാവരും പറയുന്ന കടലിറങ്ങിക്കോളും എന്നാണ്. പക്ഷെ മഴയും ന്യൂനമർദ്ദമൊക്കെ കഴിഞ്ഞാണ് ഞാനിപ്പം വന്നത്. ഞാനിപ്പം വന്നിട്ട് 3 ദിവസമായുള്ളൂ. 3 ദിവസം മുമ്പും കടലിറങ്ങിയിട്ടില്ല. പക്ഷെ നാട്ടുകാർ പറയുന്നത് കടലിറങ്ങിക്കോളൂ എന്നാണ് അവർ പറയുന്നത്. ഇറങ്ങിയാൽ മതിയായിരുന്നു. നല്ലൊരു സ്പോട്ടായിരുന്നു ചെറായി. ഇപ്പം നിങ്ങൾ കാണുന്നത് 1080 60 FPS കേട്ടോ, 60 frames per second. ഇതും 1080 60 FPS per second ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, വണ്ടിയൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നതൊക്കെ തോന്നില്ലേ. ഇതാണ് 60 frames per second, 1080 60 frames per second.
നമ്മുടെ കണ്ടെയ്നർ റോഡാണ്. കണ്ടെയ്നർ റോഡ് വഴി ഞാൻ പോകാൻ നേരത്ത് കണ്ടതാണ് ഒരു ബോട്ട്. കണ്ടോ, എയറോപ്ലെയിൻ പോലെ ഉണ്ട്. നമ്മുടെ ബോൾഗാട്ടിൽ നിന്ന് തിരിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോൾ ടോളിന് മുമ്പായിട്ടാണ്. റെയിൻ മോഡാണ്. മഴയത്താണ് നമ്മൾ പോകുന്നത്. മഴയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ റെയിൻ ഡ്രോപ്സ് വന്ന് നമ്മുടെ ലെൻസിൽ വന്നിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റൈഡിങ്ങിനിടയിൽ നമ്മൾ തുടച്ച് കളയണം. ഇല്ലെങ്കിൽ ആ വാട്ടർ ഡ്രോപ്സ് അവിടെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുക. എൻ്റെ ഈ സ്ക്രീൻ കണ്ടില്ല, അങ്ങനെ തന്നെ വാട്ടർ ഡ്രോപ്സ് അവിടെ തന്നെ ഇരിക്കുക. നമുക്ക് നന്നായിട്ട് വിസിബിൾ ആയിരിക്കുകയില്ല. വേറെ റെയിൻ മോഡിലും വലിയ ഇഷ്യൂ ഒന്നും ഞാൻ കണ്ടില്ല. കേസിനകത്തോട്ട് വെള്ളം കയറുന്നൊന്നുമില്ല. ഒക്കെയാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ആ കൈ വെച്ചൊന്ന് തുടച്ചാൽ മതി. പിന്നെ നമുക്ക് എല്ലാം ക്ലിയർ ആയിരിക്കും. ഇതുണ്ടോ, ഇതേപോലെ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Hope you guys enjoyed my video. Thank you. Please don't forget to subscribe, share, like and comment my video. This is me Vishnu signing off. Bye bye.